Dear students, very good morning all. Then last class we discussed the topic material issue ചെയ്യുമ്പോഴുള്ള price മെത്തേഡുകളാണ്. First two methods നമ്മൾ already discuss ചെയ്തു കഴിഞ്ഞു. First method FIFO method, first in first out. Second method LIFO method, last in first out. Now we are going to discuss third method, simple average method. Let's go. Simple average method. Third one. Simple average method. തിയറി പാർട്ട് നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിഫോ മെത്തേഡിൽ നിന്ന് അതുപോലെ ലിഫോ മെത്തേഡിൽ നിന്നും സിമ്പിൾ ആവറേജ് മെത്തേഡ് ഡിഫറൻഷിയേറ്റ് ആകുന്നത്. എങ്ങനെയാണ് ലിഫോ മെത്തേഡിലുള്ള ഫോർമാറ്റ്? ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ്, റെസീറ്റ് കോളം, then issued column and balance column. Then receipt, issued and balance column again divided into different part, that is quantity, rate and amount. Okay, then ഈ ഒരു കേസിൽ സെയിം ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ് കോളം. ഓക്കെ, ഫസ്റ്റ് ഡേറ്റ് കോളം, സെക്കൻഡ് കോളം പെർട്ടിക്കുലേഴ്സ്, third column receipts, fourth column issued, then last column balance. Okay, same. അതായത് നമ്മൾ ഫിഫോ മെത്തേഡും അതുപോലെ ലിഫോ മെത്തേഡും ഫോളോ ചെയ്തപ്പോൾ എന്ത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഫോർമാറ്റ് ആണോ അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിലുള്ള ചെറിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റെസീറ്റ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് എന്നുള്ളതിൽ 3 കോളംസ് ഉണ്ടാവാറുണ്ട്. അതായത് ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്. ദെൻ സോ ഈ മെത്തേഡിലും ഇഷ്യൂഡ് കോളംസും അതുപോലെ റെസീറ്റ് കോളവും എന്തുണ്ടായിരിക്കും? ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്. Then balance കോളത്തിന് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട്. ഇതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ബേസിസിലുള്ള മെത്തേഡ് സിമ്പിൾ ഓർ വെയ്റ്റഡ് ആവറേജ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ബാലൻസ് കോളത്തിൽ 2 അഡീഷണൽ കോളംസേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കോളവും അതുപോലെ എമൗണ്ട് കോളവും. അതുപോലെ തന്നെ പ്രൈസ് ഇഷ്യൂ ചെയ്യുന്നതിന് സാധാരണ കേസിൽ നമ്മളോട് എന്ത് പറയാറില്ല, ഇത്ര റേറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഫിഫോ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഏതാണോ റേറ്റ് സ്വീകരിച്ചിട്ടുള്ളത് ആ റേറ്റ് ആണ് നമ്മൾ ഇഷ്യൂവിന് ഉപയോഗപ്രദമാക്കുന്നത്, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നാൽ ലിഫോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണോ അത് ആദ്യം ഇഷ്യൂ ചെയ്തു പോകുന്നു. അതിന്റെ പ്രൈസ് എന്താണോ അതാണ് ഇഷ്യൂഡ് പ്രൈസിൽ നമ്മൾ ട്രീറ്റ് ചെയ്തു പോകുന്നത്. എന്നാൽ സിമ്പിൾ ആവറേജ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആവറേജ് റേറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ ആവറേജ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ആവറേജ് റേറ്റ് ആണ് ഇഷ്യൂ പ്രൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു പോവുക. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് പ്രൈസ് കാണുന്നത്, ഏത് രീതിയിലാണ് ആവറേജ് പ്രൈസ് ട്രീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതും നമുക്ക് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഫോർമാറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബാലൻസ് പാർട്ടിൽ 2 കോളംസേ ഉണ്ടാവുള്ളൂ. ഇഷ്യൂഡ് പ്രൈസ് നിശ്ചയിക്കുന്നത് ആവറേജ് ബേസിസിലാണ്. അപ്പോൾ ആവറേജ് ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇഷ്യൂ പ്രൈസ് തീരുമാനിക്കുന്നു. പിന്നീട് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു അസംഷൻ ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന രീതിയിൽ. എന്താ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിന്റെ പ്രത്യേകത? ഫസ്റ്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തു പോകുന്നത്. അതാണ് ഇവിടെയും മെറ്റീരിയലിന്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഏത് മെറ്റീരിയൽ ആണോ ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് പോകുന്നത്. പക്ഷെ പ്രൈസ് ഫസ്റ്റ് വന്നിട്ടുള്ളതിന്റെ അല്ല കൺസിഡർ ചെയ്ത് പോവുക. ആവറേജ് പ്രൈസ് ആണ് ഏതിന്റെ മേലെ ചാർജ് ചെയ്യുക? ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിന്റെ മേലെ ചാർജ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. The following transactions took place in respect of a material
item. Date, receipt, rate and issue. Date column 2nd August 2018, 200 units, rate rupees 2. Then 10 August, receipt 300, rate 2.40. Then 15th August, only issued 250 units. 18th August, 250 receipt, rate 2.60. Then 20th August, 200 unit issued. Prepare a price ledger sheet. That means sales ledger account, pricing the issue at simple average rate. Okay, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഫോർമാറ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട്, സിമ്പിൾ ആവറേജ് മെത്തേഡ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, റെസീറ്റ്സ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ്. ദെൻ റെസീറ്റിൽ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ഇഷ്യൂഡിൽ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ബാലൻസിൽ ഓൺലി ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഡേറ്റ് നോക്കാം. ഏതാ ഫസ്റ്റ് ഡേറ്റ്? 2nd August 2018. എന്താണ് നടക്കുന്ന ട്രാൻസാക്ഷൻ? 200 യൂണിറ്റ്സ് എന്ത് ചെയ്തു? റെസീറ്റ് ചെയ്തിട്ടുണ്ട്. പെർ യൂണിറ്റിന് ₹2. ഓക്കെ, അപ്പോൾ ഡേറ്റ് ചെയ്താ 2nd August 2018. 2nd August 2018. Then receipts. Received. അല്ലെങ്കിൽ റെസീറ്റ്സ് ഓർ റെസീറ്റ്സ് റെഫറൻസ് നമ്പർ എനിവേ. ഇപ്പോൾ റെസീറ്റ് ചെയ്തേക്കാണ്. എത്ര യൂണിറ്റ് ആണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്? 200 യൂണിറ്റ്സ്. പെർ യൂണിറ്റിന് റേറ്റ് എത്ര? ₹2. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി 200, റേറ്റ് 2, ടോട്ടൽ 400. അപ്പോൾ ഇതിന്റെ ബാലൻസ് എന്തുണ്ടാവും? ഇതിനകത്ത് ഇഷ്യൂ കോളത്തിലൊന്നും നമുക്ക് റൈറ്റ് ചെയ്യാനില്ല. സെയിം ബാലൻസ് ഉണ്ടാവുക 200. ഇവിടെ റേറ്റ് കോളം ഇല്ല, എമൗണ്ട് 400. ഓക്കെ, കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഡേറ്റ് എത്ര? 10th August 2018. നമ്മൾ ഡേറ്റ് എഴുതുന്നു 10th August 2018. ഇവിടെ എന്ത് ചെയ്തേക്കാണ്? റിസീവ് ചെയ്തേക്കാണ്. സോ റിസീവ്ഡ്. ഹൗ മച്ച് യൂണിറ്റ്? 300 യൂണിറ്റ്സ്. 2.40. ടോട്ടൽ 720. ഓക്കെ, നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് കോളത്തിലേക്ക് അത് എൻ്റർ ചെയ്യണം. അപ്പൊ ഇനി എന്താണ് ബാലൻസ് കോളത്തിൽ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ക്വാണ്ടിറ്റി ഓൾറെഡി 200 യൂണിറ്റ്സ് ഉണ്ട്. ഈ 200 യൂണിറ്റ്സിലേക്ക് എത്ര യൂണിറ്റും കൂടി റിസീവ് ചെയ്തിട്ടുണ്ട്? 300 യൂണിറ്റ്സും കൂടി റിസീവ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര യൂണിറ്റ്സ് ആയി? 500 യൂണിറ്റ്സ് ആയി. കിട്ടിയത് അറിയാലോ. 200 യൂണിറ്റ്സ് ബാലൻസ് ഉണ്ട്, പ്ലസ് ഇവിടെ കിട്ടിയിട്ടുള്ള 300 യൂണിറ്റ്സ് നമ്മൾ അഡീഷണൽ വാങ്ങിയതാണ്. അപ്പൊ ടോട്ടൽ 500. ഇനി എമൗണ്ട് കോളത്തിൽ 400 എമൗണ്ട് ആണ് ഓൾറെഡി ഉള്ളത്. ആ എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യാം? ഈ 720 എമൗണ്ട് ആഡ് ചെയ്ത് പോകും. അപ്പൊ എത്ര വരും? 1120. ഓക്കെ, 1120. 1120 രൂപ. അപ്പോൾ ബാലൻസ് ഉണ്ട്. ക്വാണ്ടിറ്റി 500. ഈ 500ൽ എന്തുണ്ട്? ഈ പറയുന്ന ഓപ്പണിംഗിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഡേറ്റിൽ നടന്നിട്ടുള്ള 200 ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇനി ഈ ഒരു പ്രോസസ്സ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, നടക്കാൻ പോകുന്നില്ല. ക്ലിയർ അല്ലേ? ഈ പറയുന്ന ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കേസിൽ അങ്ങനെയല്ല ചെയ്തത്. എന്താ ചെയ്തത്? ഫിഫോ മെത്തേഡിലായാലും ഡിഫോ മെത്തേഡിലായാലും എന്താ ചെയ്തിരുന്നത്? ഇവിടെയുള്ള ബാലൻസ് പർച്ചേസസ് ആണെങ്കിൽ ആ ബാലൻസ് അതുപോലെ താഴോട്ട് എഴുതും. എന്നിട്ട് അഡീഷണൽ എമൗണ്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ലൈനിലായിട്ടാണ് എഴുതി പോവുക. സിമ്പിൾ ആവറേജ് മെത്തേഡ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാലൻസ് എന്താണോ അതിന്റെ കൂടെ ഇത്തവണ ഫ്രഷ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റിൽ എന്താ നടക്കുന്നത്? 15th August 2018 എന്താ നടക്കുന്നത്? 250 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്ത് പോയേക്കാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കണം, 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു എന്നാ പറഞ്ഞത്. ഇഷ്യൂ പ്രൈസ് ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ ചോദിച്ചാൽ, ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആവറേജ് പ്രൈസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതിന്റെ ആവറേജ് ആണ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ 250 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ 200 യൂണിറ്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഫസ്റ്റിൽ നമ്മളെ കയ്യിലുള്ളൂ. രണ്ടാമത്തെ കേസിൽ 300 ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 500. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 500 എന്നാണ് ഈ പറയുന്ന 250 എടുക്കുന്നതെങ്കിൽ ഇതിലെ 50% എവിടുന്നാ വന്നത്? ഇതിനകത്തുനിന്നാണ് വന്നത്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും കൺസിഡർ ചെയ്ത് പോകും. ഇതിൽ നിന്നും ഒരു 50 യൂണിറ്റും കൂടി എടുത്തിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഈ പ്രൈസ് ഏതൊക്കെ വന്നു? 240 കൺസിഡർ ചെയ്യണം, ₹2 കൺസിഡർ ചെയ്യണം.
അതിന്റെ ആവറേജ് ആണ് എടുത്തു കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഡേറ്റ് എഴുതാം. 15th August 2018 എന്താ ചെയ്തത്? ഇഷ്യൂഡ് ആണ്. ഇഷ്യൂഡ്. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് കോളത്തിൽ എഴുതാനുണ്ടാവില്ല. ഇഷ്യൂഡ് കോളത്തിൽ 250 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ 200 പൂർണ്ണമായിട്ട് എടുത്ത് ഒഴിവാക്കും. ബാക്കി 300 നിന്ന് ഒരു 50 യൂണിറ്റ് കൂടി എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ആവറേജ് റേറ്റ് കാണും. ഏതിന്റെ ആവറേജ് റേറ്റ് ആണ് കാണേണ്ടത്? ഈ പറയുന്ന റേറ്റിന്റെ ഫസ്റ്റ് കേസിൽ ഉണ്ടായിരുന്ന കേസിന്റെ ആവറേജും ഓക്കെ ഇതിന്റെ ആവറേജ് റേറ്റ് കാണും. ഇതിന്റെ ആവറേജ് റേറ്റ് കാണുന്നു പറഞ്ഞാല് 2 + 2.40 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എത്ര വരും? 4.40 ആണല്ലോ. 4.40 ഡിവൈഡഡ് ബൈ 2 will get 220. ക്ലിയർ അല്ലേ? 220 ആണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് എടുത്തിട്ടല്ല ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആവറേജ് റേറ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്ത് പോവുക. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ടോട്ടൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഹൗ മച്ച് റുപ്പീസ്? 550. ക്ലിയർ ആണല്ലോ. അപ്പോൾ 550 യൂണിറ്റ് 550 രൂപ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന ഇഷ്യൂ പ്രൈസിൽ ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 550. അതായത് ഒരു യൂണിറ്റിന് 2 രൂപ 20 പൈസ നിരക്കിൽ 250 യൂണിറ്റ് വിൽക്കുമ്പോൾ 550 രൂപയാണ് കിട്ടാൻ പോകുന്നത്. ഇനി 250 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കാണ് ആണല്ലോ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഉണ്ടായിരുന്ന 500 യൂണിറ്റ് ആണ്. ഈ 500 യൂണിറ്റിൽ നിന്നും 250 ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് 250. ഓക്കെ, then 1120 മൈനസ് 550. അതായത് എമൗണ്ട് 1120 രൂപയാണുള്ളത്. ഈ 1120 രൂപയിൽ നിന്നും എന്ത് ചെയ്യാം? 550 രൂപ എന്ത് ചെയ്യുന്നു? ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ ബാലൻസ് 570. ക്ലിയർ കേട്ടല്ലേ? അപ്പൊ ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫസ്റ്റിലെ കേസിലെ 2ഉം സെക്കൻഡ് കേസിലെ 2.40 കൂടി ആഡ് ചെയ്തു ഡിവൈഡഡ് ബൈ 2. ദെൻ അതിന്റെ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആ വാല്യൂ എടുക്കുന്നു. ഈ വാല്യൂ ടോട്ടൽ വാല്യൂയിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നു. മെറ്റീരിയൽ ഈ 500 നിന്നും 250 ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേറ്റ് എന്താണ്? നെക്സ്റ്റ് ഡേറ്റിൽ പറഞ്ഞിട്ടുള്ളത് 18th August 2018 ആണ്. എന്താ ചെയ്തത്? 250 യൂണിറ്റ് 2.60 നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പൊ ആ പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, 18th August 2018 received or receipt, anyway എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. 250 യൂണിറ്റ് ഇതിന്റെ കാൽക്കുലേഷൻ താഴോട്ട് ഇറങ്ങി വന്നതുകൊണ്ടാണ് 18th 8 2018 received 250 units then 2.60. ഓക്കെ, അപ്പോൾ 2 രൂപ 60 പൈസ നിരക്കിൽ 250 യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 650. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇവിടെ ബാലൻസ് ഉള്ള 250ന്റെ കൂടെ ഈ 250 ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ എമൗണ്ട് 500 യൂണിറ്റ്സ് ആയി. ദെൻ 650 പ്ലസ് 570 എത്ര വരും? 1220. ഓക്കെ, അപ്പൊ അതാണ് എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഒരു 500 റുപ്പീസ് ടോട്ടൽ ക്വാണ്ടിറ്റി ഉണ്ട്. 1220 രൂപ ക്യാഷ് ആയിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, 20th August 2018 20th August 2018 എന്താ സംഭവിക്കുന്നത്? 2018 വീണ്ടും ഇഷ്യൂ ചെയ്യുകയാണ്. സോ ഇഷ്യൂഡ് ആൻഡ് ഹൗ മച്ച് യൂണിറ്റ് ഇഷ്യൂഡ്? 200 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ റെസീറ്റ് കോളത്തിലൊന്നും എഴുതാണ്ടാവില്ല. 200 യൂണിറ്റ്സ്. ദെൻ ആവറേജ് പ്രൈസ് കാണണം. അപ്പൊ 240 പ്ലസ് 260 ഡിവൈഡഡ് ബൈ 2. 2.40 പ്ലസ് 2.60 divided by 2, that's equal to 5 divided by 2, 2.50. Okay,
അതാണ് നമുക്ക് ആവറേജ് റേറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് നേരെ എന്ത് ചെയ്യുക, ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എമൗണ്ട് 500. അപ്പോൾ ഇഷ്യൂ ചെയ്തേക്കാണ്. അപ്പോൾ ആ ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് കഴിച്ചിട്ട് അതുപോലെ ക്വാണ്ടിറ്റി മൈനസ് ചെയ്യുക, ദെൻ എമൗണ്ടും മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 500 യൂണിറ്റ്സിൽ നിന്ന് 200 യൂണിറ്റ്സ് മൈനസ് ചെയ്യുന്നു, ബാലൻസ് 300 യൂണിറ്റ്സ്. 1220 മൈനസ് 500 എത്ര കിട്ടി? 720. ഓക്കെ, ഇതാണ് ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത്. 300 യൂണിറ്റ്സും അതുപോലെ 720 റുപ്പീസുമാണ് ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ആവറേജിൽ വർക്കൗട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ, അതായത് ഇതിന്റെ ആവറേജ് റേറ്റ് ആണ് എല്ലായ്പ്പോഴും ഇഷ്യൂ കേസിൽ ചാർജ് ചെയ്യേണ്ടത്. ദെൻ ഓരോ കേസിലും ഫസ്റ്റിലുള്ള മെറ്റീരിയൽസ് ആണ് ആദ്യം ഇഷ്യൂ ചെയ്തെന്നുള്ള അസംഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. അല്ലാതെ ക്വസ്റ്റ്യൻ പറയുന്നില്ല ഇന്ന മെറ്റീരിയൽസ് ഇന്ന ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലുള്ളതെന്ന് സ്പെസിഫൈ ചെയ്തൊന്നും പറയുന്നില്ല. അത് ഫസ്റ്റ് കേസിലുള്ളത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് പോയി എന്നുള്ള അസംഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ആവറേജ് മെത്തേഡിലൂടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒരു 2 ടൈംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് പാർട്ടിൽ എന്തില്ല, റേറ്റ് കോളംസ് ഉണ്ടാവില്ല, ഡയറക്റ്റ് ക്വാണ്ടിറ്റിയും എമൗണ്ടും മാത്രമേ ട്രീറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, ഈസ് ക്ലിയർ? താങ്ക് യു.